അജിത് കുമാർ കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ 11ാമത് എപ്പിസോഡിലേക്ക് 2/12/2024 11ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് ഈ പോയ വാരം നമ്മെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാനില്ല, നേരെ ഡിസ്കഷനിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ ഫാക്റ്റ് ഒരു സ്പോർട്സ് ഈവൻറ്റ് ആയിക്കോട്ടെ. ഒന്നാമത് ഫാക്റ്റ്, ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ വേഗമേറിയ വിക്കറ്റ് ടേക്കർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ പ്ലെയർ ആരാണ്? പോയ വാരം വളരെ പ്രാധാന്യം നേടിയ ഒരു വാർത്തയായിരുന്നു. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ വേഗമേറിയ വിക്കറ്റ് ടേക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്ലെയറുടെ പേരെന്ത്? ചോദ്യം വ്യക്തമല്ലേ? വേഗമേറിയ വിക്കറ്റ് ടേക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ അശ്വിൻ. പേര് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ആർ അശ്വിൻ. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 2 ഇതും ഒരു സ്പോർട്സ് ഈവൻ്റ് തന്നെയാണ്. ഫാക്ട് നമ്പർ 2, 2025 അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പ്ലെയേഴ്സ് ആരൊക്കെ? ചോദ്യം ഒന്നുകൂടി പറയുന്നു. 2025 അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പ്ലെയേഴ്സിൻ്റെ പേര് എന്തൊക്കെ? ഇതാണ് ചോദ്യം. മരിയ ഷറപ്പോവ, മൈക്ക് ബ്രയാൻ. ആരൊക്കെയാണ്? മരിയ ഷറപ്പോവ ആൻഡ് മൈക്ക് ബ്രയാൻ. മറക്കണ്ട, 2 പേരുകളും ഓർത്തു വയ്ക്കും. ഓക്കെ, ദെൻ ടു ഫാക്ട് നമ്പർ 3. ഇനി വളരെ പെട്ടെന്ന് 3ാമത് ഫാക്റ്റിലേക്ക്. ഇതും ഒരു സ്പോർട്സ് ഇവൻ്റാണ്. പോയ വാരം സ്പോർട്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായ വാരമാണ്. അതുകൊണ്ട് 3ാമതും സ്പോർട്സ് ഈവൻ്റ് തന്നെയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ്സിൽ 2800 മാർക്ക്, 2800 മാർക്ക് എന്ന് പറയുന്നത് സുപ്രധാനമായൊരു മാർക്കാണ്. ഈ മാർക്ക് എക്സീഡ് ചെയ്ത അല്ലെങ്കിൽ മറികടന്ന ഒരു താരമുണ്ട്, ഇന്ത്യൻ താരം. അത് ആരാണ്? ചോദ്യം വ്യക്തമല്ലേ? വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചരിത്രത്തിൽ 2800 മാർക്ക്, 2800 മാർക്ക് എന്ന സുപ്രധാന കടമ്പ കടന്ന ഇന്ത്യൻ താരം ആര്? അതാണ് ചോദ്യം. ആരാ? അത് മറ്റാരുമല്ല, നമ്മുടെ അർജുൻ എരിഗാസിയാണ് 2800 മാർക്ക് എന്ന കടമ്പ കടന്ന ഇന്ത്യൻ ചെസ് താരം. അത് ഓർത്തു വയ്ക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടു നെക്സ്റ്റ് ഫാക്ട്. ഇനി ഫാക്ട് നമ്പർ 4, 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര്? സിമ്പിൾ ചോദ്യമാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? അത് മുൻപൊരിക്കൽ നമ്മൾ ഇതേ വേദിയിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് മറ്റാരുമല്ല, NS മാധവൻ. ഓർത്തു വയ്ക്കൂ, എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഫോർ 2024 NS മാധവൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 5, സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായ ഒരു വ്യക്തിയുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആര്? ഇത് പ്രത്യേകം ഓർത്തു വയ്ക്കുക, ഇദ്ദേഹം ഉടനടി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാവണം ഇതിപ്പോൾ ഫീഡ് ചെയ്യേണ്ടത്. മാറിയാൽ അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആര്? അതാണ് ചോദ്യം. ഓക്കെ, പ്രണബ് ജ്യോതിനാഥാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയി നിയമിതനായത്. പ്രണബ് ജ്യോതിനാഥ്. ഇനി 6ാമത് ഫാക്റ്റിലേക്ക്. ഇതൊരു പുരസ്കാര നേട്ടവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 4ാമത് PG ഗോവിന്ദപിള്ളൈ സ്മാരക ദേശീയ പുരസ്കാര ജേതാവാര്? അതാണ് ചോദ്യം. 4ാമത് 4th സെഷനാണിത്. 4ാമത് PG ഗോവിന്ദപിള്ളൈ സ്മാരക ദേശീയ പുരസ്കാര ജേതാവിൻ്റെ പേരെന്ത്? വെരി സിമ്പിളാണ്. ആരാ? പ്രമുഖ ചരിത്ര പണ്ഡിതയായിട്ടുള്ള പ്രൊഫസർ റോമില ഥാപ്പർ. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. റോമില ഥാപ്പറാണ് PG ഗോവിന്ദപിള്ളൈ സ്മാരക ദേശീയ പുരസ്കാര വിന്നർ. പ്രൊഫസർ റോമില ഥാപ്പർ, മറക്കണ്ട, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വളരെ പെട്ടെന്ന് 7ാമത് ഫാക്റ്റിലേക്ക്. നമ്മൾ പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ പലപ്പോഴും പ്രാധാന്യത്തോടു കൂടി എല്ലാ എക്സാമിനേഷനും വരുന്നതാണ് കറണ്ട് അഫയേഴ്സിൽ. ഇത് മുദ്രാ വായ്പകളെക്കുറിച്ച് നമ്മൾ ഏവരും കേട്ടിട്ടുണ്ട്. മുദ്രാ വായ്പകൾ, PMMY, പ്രൈം മിനിസ്റ്റർ മുദ്രാ യോജന എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് പ്രകാരമുള്ള വായ്പാ പരിധിയിൽ ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്താണ് ആ മാറ്റം? എങ്ങനെയാണത് ഹൈക്ക് ചെയ്തത്, വർദ്ധിപ്പിച്ചത്? അതാണ് ചോദ്യം.
പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY പ്രകാരമുള്ള വായ്പാ പരിധി എപ്രകാരമാണ് വർദ്ധിപ്പിച്ചത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. എന്താണ് അതിൻ്റെ ആൻസർ? വെരി സിമ്പിൾ. 10 ലക്ഷം രൂപയായിരുന്നു മുദ്രാ വായ്പ, അതിപ്പോൾ 20 lakhs ആയിട്ട് വർദ്ധിപ്പിച്ചു. മനസ്സിൽ വയ്ക്കുക, മുദ്രാ വായ്പയുടെ പരമാവധി പരിധി 20 lakhs, 20 ലക്ഷം. ഓക്കെ അല്ലേ? ഇനി വളരെ പെട്ടെന്ന് 8ാമത്തെ ഫാക്റ്റിലേക്ക്. സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ സ്കൂൾ ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ്? സംസ്ഥാനത്തെ സ്കൂളിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. ഏതാണ് സ്കൂളിൻ്റെ പേര്? പാപ്പിനിശ്ശേരി വെസ്റ്റ് MVR LP സ്കൂൾ, കണ്ണൂർ ജില്ലയിലാണ്. പാപ്പിനിശ്ശേരി വെസ്റ്റ് MVR LP സ്കൂൾ. അത് ഓർത്തു വയ്ക്കുക, അതും പ്രധാനം തന്നെ. ഇനി ഫാക്ട് നമ്പർ 9ലേക്ക്. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഫാക്റ്റാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് അല്ല, പാകിസ്ഥാനിലെ ചീഫ് ജസ്റ്റിസ്. അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ രാജ്യവുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അയൽ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിയമനവും നമ്മൾ നോക്കി വയ്ക്കണം. പാകിസ്ഥാനിൽ പുതിയതായി നിയമിതനായ ചീഫ് ജസ്റ്റിസ് ആര്? അതാണ് ചോദ്യം. ആരാ? ജസ്റ്റിസ് യഹിയ അഫ്രീദിയാണ് പാകിസ്ഥാൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് യഹിയ അഫ്രീദി 30ാമത് ചീഫ് ജസ്റ്റിസാണ്. അതുകൂടി ഓർത്തു വയ്ക്കുക. ഇനി വളരെ പെട്ടെന്ന് ഫാക്ട് നമ്പർ 10, 10th ഫാക്റ്റിലേക്ക്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിൻ്റെ പേരെന്താ? ഏതിൻ്റെ പ്രസിഡന്റാ? എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അതാണ് ചോദ്യം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കൂ. ദി കാരവൻ എഡിറ്ററായിട്ടുള്ള അനന്ത് നാഥ് ആണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്. അനന്ത് നാഥ് ദ കാരവൻ എഡിറ്റർ ആയിട്ടുള്ള അനന്ത് നാഥാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്. ഓക്കെ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 11ലേക്ക്. ഇതൊരു സ്പോർട്സ് ഇവൻ്റാണ്. മോട്ടോർ റേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ലോക സ്പോർട്സ് ഇവൻ്റാണ്. എന്താണത്? ചോദ്യം: തായ് MotoGP സ്പ്രിന്റ് റേസ് ജേതാവ് ആരാണ്? തായ് MotoGP സ്പ്രിന്റ് റേസ് ജേതാവ് ആര്? ഇതാണ് ചോദ്യം. ആരാ? ഡ്യുക്കാറ്റിസ് എനിയ ബാസ്റ്റിയാനിനി. നമ്മുടെ ബാസ്റ്റിയാനിനിയാണ് സ്പ്രിന്റ് റേസിൻ്റെ ഈ വർഷത്തെ ജേതാവ്. പേര് സ്പെല്ലിംഗ് ഉൾപ്പെടെ നോക്കി വയ്ക്കൂ, വളരെ രസകരമായ പേരാണ്. ഡ്യുക്കാറ്റിസ് എനിയ ബാസ്റ്റിയാനിനി കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ടു നെക്സ്റ്റ് ഫാക്ട്. ഇനി ഫാക്ട് നമ്പർ 12ലേക്ക്. ഈ പോയ വാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയുടെ പുതിയ ഒരു ജലവൈദ്യുതി പദ്ധതിയുണ്ട്. അപ്പോൾ പോയ വാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട KSEBയുടെ പുതിയ ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്ത്? എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? എന്താണ് അതിൻ്റെ പേര്? ഇതാണ് ചോദ്യം. വെരി സിമ്പിളാണ്. തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയാണ് ഈ പോയ വാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി 99 ദശലക്ഷം യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയാണ് KSEBയുടെ പുതിയ ജലവൈദ്യുത പദ്ധതി. ഇതെവിടെയാണ്? ഇത് ഇടുക്കി ജില്ലയിലാണ്. മന്നാക്കണ്ടം എന്ന് പറയുന്ന വില്ലേജിലെ നീണ്ടപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇതുകൂടി ഓർത്തു വയ്ക്കുക, ഇടുക്കി ജില്ലയിൽ. ഓക്കെ, ഇനി ഒരു ഫാക്ട് നമ്പർ 13ലേക്ക്. ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പാരിസ്ഥിതിക ആഘാതം അതിജീവന ശേഷിയുള്ള 6 ഗ്രാമങ്ങളെ കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ ചോദ്യം? പാരിസ്ഥിതിക ആഘാതത്തിൽ നിന്നും അതിജീവന ശേഷിയുള്ള 6 ഗ്രാമങ്ങളെ കേരളത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ആഘാതത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ഗ്രാമങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 6 എണ്ണമുണ്ട്. ഏതൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഞാനത് പറയുന്നു, ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ചിലക്കൂർ ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ ചിലക്കൂർ 1. ഇനി എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിൻ ഞാറയ്ക്കൽ 2 ഗ്രാമങ്ങൾ. പുതുവൈപ്പിൻ ഞാറയ്ക്കൽ. അപ്പോൾ ആകെ 3 എണ്ണമായല്ലോ. ഇനി ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി 4 എണ്ണമായല്ലോ. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി. ഇനി
കൊല്ലം ജില്ലയിലെ രണ്ടെണ്ണം അവശേഷിക്കുന്നു. ഇരവിപുരം, അഴീക്കൽ. ഇരവിപുരം, അഴീക്കൽ. അപ്പോൾ ഈ 6 ഗ്രാമങ്ങളെയാണ് പാരിസ്ഥിതികാഘാത അതിനെ ഓവർകം ചെയ്യാൻ ശേഷിയുള്ള ഗ്രാമങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 6 ഗ്രാമങ്ങൾ. ഇത് ഓർത്ത് വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി ഫാക്ട് നമ്പർ 14ലേക്ക്. ഇന്ത്യ തദ്ദേശീയവുമായി വികസിപ്പിക്കുന്ന C-295 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ, അതിൻ്റെ നിർമ്മാണശാല എവിടെയാണുള്ളത്? ചോദ്യം വ്യക്തമല്ലേ? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന C-295 C-295 എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണശാല എവിടെയാണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? എവിടെയാത്? അത് ഗുജറാത്തിലെ വഡോദരയിലുള്ള ടാറ്റ എയർക്രാഫ്റ്റ് സമുച്ചയത്തിലാണ് ഈ C-295 എയർക്രാഫ്റ്റിന് നിർമ്മാണം നടക്കുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ വഡോദരയിലുള്ള ടാറ്റ എയർക്രാഫ്റ്റ് സമുച്ചയത്തിൽ. അത് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ? ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 15 വളരെ രസകരമായൊരു ചോദ്യമാണ്. നമ്മൾ ചിത്രശലഭത്തിൻ്റെ ഒരു പ്രത്യേക സ്പീഷീസിനെ ഈ അടുത്ത കാലത്ത് ആദ്യമായി ഇന്ത്യയിൽ വയനാട് നിന്നും പോയ വാരം കണ്ടെത്തി. അത് വളരെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. വയനാടിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭത്തിൻ്റെ സ്പീഷീസ് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയതാണ്. അതിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. അതിൻ്റെ പേര് പ്രത്യേകം ഓർത്തു വയ്ക്കുക. കൊർഗാത്ത അഡ്രിമാർഗോ. തെറ്റണ്ട, കൊർഗാത്ത അഡ്രിമാർഗോ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാൻ കഴിയും ചിത്രശലഭത്തിൻ്റെ ആ സ്പീഷീസിൻ്റെ പേര്. ഓർത്തു വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 16 നമ്മുടെ രാജ്യത്തെ വയോജനങ്ങൾക്കുള്ള ഒരു പരിരക്ഷ സംബന്ധിച്ചാണ്. 70 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പരിരക്ഷ പ്രകാരം പുതുതായി ഒരു കാർഡ് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാർഡിൻ്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ആയുഷ്മാൻ ഭാരത് പരിരക്ഷ പ്രകാരം രാജ്യത്തെ വയോജനങ്ങൾക്ക് 70 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്ക് നൽകുന്ന കാർഡിൻ്റെ പേരെന്ത്? സിമ്പിളല്ലേ? ചോദ്യം സിമ്പിളാണ്. എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള പേര് തന്നെയാണ് അതിനുള്ളത്. വയവന്ദന എന്നാണ് ആ കാർഡിൻ്റെ പേര്. ആ കാർഡിൻ്റെ പേരെന്താ? വയവന്ദന എന്നാണ് പേര്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഒന്ന് മനസ്സിലൂടെ കയറ്റിവിട്ടാൽ മാത്രം മതിയാകും. ഇനി ഫാക്ട് നമ്പർ 17ലേക്ക്. അത് നമ്മുടെ എക്കാലത്തെയും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന എക്കാലത്തെയും മഹാനടനായിട്ടുള്ള പ്രേം നസീർ, ഗിന്നസ് ബുക്കിൽ വരെ പേര് ഇടം നേടിയ പ്രേം നസീറിൻ്റെ ആദ്യകാല നായികയായി അഭിനയിച്ച ഒരു അഭിനേത്രി പോയ വാരം നമ്മെ വിട്ടുപിരിഞ്ഞു. ആരാണത്? ചോദ്യം ഇതാണ്. പ്രേം നസീറിൻ്റെ ആദ്യകാല നായികയായി അഭിനയിച്ച അഭിനേത്രി കഴിഞ്ഞ വാരം നമ്മെ വിട്ടുപിരിഞ്ഞു. ആരാണ് ആ നടി? നെയ്യാറ്റിങ്കര കോമളം. നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ ആദ്യകാല ചിത്രങ്ങളിലെ നായികയായിരുന്നു നെയ്യാറ്റിങ്കര കോമളം. അവരാണ് കഴിഞ്ഞ വാരം അന്തരിച്ചത്. ഓർത്തു വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 18ലേക്ക്. ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാര്? ഈ വർഷത്തെ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. ആരാത്? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. SFC ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള കേശവൻ മുരളീധരൻ. കേശവൻ മുരളീധരൻ. അതാണ് ഉത്തരം. ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 19. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണിത്. മായൻ സംസ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മായൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഈയിടെ മെക്സിക്കൻ കാടുകളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഏത് സംസ്കാരമാണ്? മായൻ സംസ്കാരം. അതിൻ്റെ അവശേഷിപ്പുകളാണ് മെക്സിക്കൻ കാടുകളിൽ നിന്നും ഈയിടെ കണ്ടെത്തിയത്. ആ നഗരത്തിന് നൽകിയിട്ടുള്ള ഒരു പേരുണ്ട്. എന്താണ് പേര്? ചോദ്യം മനസ്സിലായല്ലോ. ആ നഗരത്തിൻ്റെ പേര് വലേറിയാന എന്നാണ് നൽകിയിട്ടുള്ളത്. വലേറിയാന. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലേറിയാന. ഓർത്തു വയ്ക്കൂ. ഈ നഗരത്തിന് വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനം ലാറ്റിൻ അമേരിക്കയിൽ ഈയിടെ മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ലാറ്റിൻ അമേരിക്കയിലെ കലാക് മുലിൽ കണ്ടെത്തിയ ആ നഗരത്തിനാണ് 1ാം സ്ഥാനം. വലിപ്പത്തിൽ 1ാം സ്ഥാനം. വലേറിയാനയ്ക്ക് 2ാം സ്ഥാനമാണ്. ഇതുകൂടി മനസ്സിൽ വയ്ക്കുക. ഓക്കെ. ഇനി 20ാമത് ഫാക്ട് നമ്പർ 20. ഹിസ്ബുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹിസ്ബുള്ള അത് ഒരു ലെബനീസ് സായുധ സംഘടനയാണ്. അതിൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തലവൻ ആരാണ്? ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ്റെ പേരെന്ത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ. ആരാ? നയീം ഖാസിമാണ് ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ. ഹിസ്ബുള്ള പുതിയ തലവൻ നയീം ഖാസിം. മറക്കണ്ട. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി ഒരു ദിനത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഫാക്ട് നമ്പർ 21. 21st ഫാക്ട്. ലോക മിതവ്യയ ദിനം എന്നാണ്.
ചോദ്യം ക്ലിയർ അല്ലേ? ലോക മിതവ്യയ ദിനം എന്നാണ്. അത് പെട്ടെന്ന് തന്നെ ഓർക്കാൻ കഴിയും. ഒക്ടോബർ 31 ലോക മിതവ്യയ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 31, 31 ഒക്ടോബർ, ലോക മിതവ്യയ ദിനം. ഇനി പെട്ടെന്ന് മറ്റൊരു പുരസ്കാരത്തിലേക്ക്. ഫാക്ട് നമ്പർ 22. ഈ വർഷത്തെ MVR പുരസ്കാര ജേതാവാര്? ഈ വർഷത്തെ MVR പുരസ്കാര ജേതാവാര്? അത് മറ്റാരുമല്ല, സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയാണ് ഈ വർഷത്തെ MVR പുരസ്കാര ജേതാവ്. ദെൻ ടു നെക്സ്റ്റ് ഫാക്ട്. ഇനി ഫാക്ട് നമ്പർ 23. ഈ വർഷത്തെ വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവാര്? വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവാര് ഈ വർഷത്തെ? TJS ജോർജ്. TJS ജോർജാണ് ഈ വർഷത്തെ വക്കം മൗലവി സ്മാരക അവാർഡിന് അർഹത നേടിയിട്ടുള്ളത്. ആ പേര് ഓർത്തു വയ്ക്കുക. ഓക്കെ, ദെൻ ടു നെക്സ്റ്റ് ഫാക്ട്. ഇനി 24ാമത് ഫാക്ടിലേക്കാണ്. വളരെ രസകരമായ ഒരു ചോദ്യം. നമുക്കറിയാം, റോബോട്ടുകളുടെ ഒരു കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും ഒരു നൂറ്റാണ്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? അതിൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്ത്? എന്താ പേര്? സ്റ്റാർ 1 എന്നാണ് അതിൻ്റെ പേര്. സ്റ്റാർ 1 എന്നാണ് അതിൻ്റെ പേര്. ഈ സ്റ്റാർ 1ൻ്റെ വേഗം മണിക്കൂറിൽ 13 കിലോമീറ്ററാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, 13 km/h. ഇത് റോബോട്ട് ഇറ എന്ന ചൈനീസ് കമ്പനിയാണ് ഈ സ്റ്റാർ 1ൻ്റെ, ഈ റോബോട്ടിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ. ഇതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. റോബോട്ട് ഇറ, ചൈനീസ് കമ്പനി. ഓക്കെ, ഫാക്ട് നമ്പർ 25, 25ാമത് ഫാക്റ്റാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? ചോദ്യം ക്ലിയർ അല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ പേരെന്ത്? ആരാ? ഡോക്ടർ അബ്ദുൽ ഹക്കീം. ഡോക്ടർ അബ്ദുൽ ഹക്കീമാണ് സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 26. ഇതൊരു സ്പോർട്സ് ഈവൻ്റാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ICCയുടെ പുതിയ റാങ്കിങ് വന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്പർ 1 ടെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അതാണ് ചോദ്യം. ICCയുടെ പുതിയ റാങ്കിംഗ് പ്രകാരം നമ്പർ 1 ടെസ്റ്റ് ബൗളർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്ലെയർ ആരാ? സൗത്ത് ആഫ്രിക്കയുടെ കാഗിസോ റബാഡയാണ് നമ്മുടെ ബുംറയെ പിന്തള്ളി ഇപ്പോൾ ICC റാങ്കിംഗ് പ്രകാരം നമ്പർ 1 ടെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ പേര് ഓർത്തു വയ്ക്കൂ, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആരാ? കാഗിസോ റബാഡ. ഓർത്തു വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 27ലേക്ക്. നമുക്കറിയാം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ഉണ്ട്. അതിൻ്റെ ആൻറ്റി കറപ്ഷൻ യൂണിറ്റിൻ്റെ പുതിയ ചെയർമാൻ്റെ പേരെന്താ? ICCയുടെ ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് ACUൻ്റെ പുതിയ ചെയർമാൻ്റെ പേരെന്താ? ചോദ്യം ക്ലിയർ അല്ലേ? ആരാ പുതിയ ചെയർമാൻ ആൻറ്റി കറപ്ഷൻ യൂണിറ്റിൻ്റെ? ശ്രീലങ്കയുടെ സുമതി ധർമ്മവർദ്ധന. ആ പേര് ഓർത്തു വയ്ക്കൂ. ശ്രീലങ്കയുടെ സുമതി ധർമ്മവർദ്ധന. അതാണ് ആൻറ്റി കറപ്ഷൻ യൂണിറ്റിൻ്റെ പുതിയ ICCയുടെ ചെയർമാൻ. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 28ലേക്ക്. UN ഹാബിറ്റാറ്റ്സിൻ്റെ സുസ്ഥിര വികസന നഗരം, സസ്റ്റൈനബിൾ സിറ്റിയുടെ ഷാങ്ഹായ് അവാർഡ് നേടിയ കോർപ്പറേഷൻ ഏത്? ക്ലിയർ അല്ലേ ചോദ്യം? ഒന്നുകൂടി പറയാം. UN ഹാബിറ്റാറ്റ്സിൻ്റെ സസ്റ്റൈനബിൾ സിറ്റി, സുസ്ഥിര വികസിത നഗരത്തിനുള്ള ഷാങ്ഹായ് അവാർഡ് നേടിയ കോർപ്പറേഷൻ്റെ പേരെന്താ? അത് മറ്റേതുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഷാങ്ഹായ് അവാർഡ് സുസ്ഥിര വികസന സിറ്റി, സസ്റ്റൈനബിൾ സിറ്റി UN ഹാബിറ്റാറ്റ്സിൻ്റെ അവാർഡ് നേടിയ കോർപ്പറേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ. ഇനി പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ് ഫാക്ട് നമ്പർ 29. നമ്മുടെ തദ്ദേശ വകുപ്പുണ്ട്. തദ്ദേശ വകുപ്പിൻ്റെ ഓംബുഡ്സ്മാനായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജസ്റ്റിസിൻ്റെ പേരെന്താണ്? തദ്ദേശ വകുപ്പിൻ്റെ പുതിയ ഓംബുഡ്സ്മാൻ ആര്? ജസ്റ്റിസ് PD രാജൻ. ജസ്റ്റിസ് PD രാജനാണ് തദ്ദേശ വകുപ്പിൻ്റെ പുതിയ ഓംബുഡ്സ്മാൻ. ഓർത്തു വയ്ക്കൂ. ഓക്കെ, ദെൻ ടു ഫാക്ട് നമ്പർ 30. ഇനി അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് നമ്പർ 30. പട്ടിക വർഗ വികസന വകുപ്പ്, ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കളിക്കളം കായിക മേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏത്? പട്ടിക വർഗ
വികസന വകുപ്പ് സംഘടിപ്പിച്ച കളിക്കളം കായികമേളയുടെ ഓവറോൾ കിരീടം നേടിയ ഡിസ്ട്രിക്റ്റ് ഏത്? അത് വയനാട് ഡിസ്ട്രിക്റ്റാണ് ഓവറോൾ കിരീടം നേടിയിട്ടുള്ളത്. ഇന്നത്തെ 30 ഫാക്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും കളയാനില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി അവ ഓരോന്നും പലവട്ടം കേട്ട് ഹൃദയസ്ഥമാക്കുക. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇനി അടുത്ത തിങ്കളാഴ്ച കൃത്യം 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനുമായി നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബി വിത്ത് മീ ആൻഡ് വിഷിംഗ് യു ഓൾ സക്സസ്. താങ്ക് യു.